ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ്. അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ പാലപ്പത്തിന്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളൊരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. 1/2 ടീസ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. ഇത് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ നമുക്ക് അരച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 1/2 കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ തേങ്ങയൊക്കെ അരഞ്ഞ് വരണം കേട്ടോ. തേങ്ങ ഇല്ലെങ്കിൽ നിങ്ങൾ 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ട് അരച്ചാലും മതി. അപ്പോൾ അത് നമ്മൾ അരച്ചെടുത്തതിന് ശേഷം ഒരു 1.5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 1.5 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് അപ്പച്ചട്ടി ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 1.5 സ്പൂണ് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കണം. അപ്പോൾ മാവെല്ലാം ഒഴിച്ച് ചുറ്റിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ സൈഡെല്ലാം ഒന്ന് കളറ് മാറിയിട്ട് വരുന്ന സമയം വരെ നമ്മളിത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ സൈഡ് കുറച്ച് ക്രിസ്പി ആയിട്ടും ഉള്ളിൽ ഈ നടുഭാഗത്ത് നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലപ്പമാണ്. അപ്പോൾ ഇതാ ഒരെണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. എന്നും ഒരേപോലെ ദോശയും ചപ്പാത്തിയും ഒക്കെ കഴിച്ച് മടുക്കുന്നവർക്ക് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ഇതിൽ തേങ്ങയെല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ തേങ്ങക്ക് പകരം തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാനിത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മുട്ടക്കറിൻ്റെയും അതേപോലെ ചിക്കൻ കറിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.